ബൈക്കിൽ പാഞ്ഞു പോകുന്ന നിന്നെ വണ്ടിയുടെ അടിയിൽ നിന്ന് എടുപ്പിക്കാൻ അള്ളാഹുവിന് നിസാര സമയം മതി. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പടച്ചവനെ, എന്തെങ്കിലും വിപത്ത് വരാനുണ്ടെങ്കിൽ ഈ സദക്ക കൊണ്ട് നീ തട്ടിമാറ്റണേ എന്ന നല്ല നിയ്യത്തോടെ, നല്ല മനസ്സോടെ നിനക്ക് വേണമെങ്കിൽ, എനിക്കല്ല നിനക്ക് വേണമെങ്കിൽ ഓരോരുത്തരും നല്ല ഒരു സദക്ക കൊടുക്ക്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മള് ഏർവാടി മുത്തുപേട്ട വെച്ച് കണ്ട ആളല്ലേ? അൽഹംദുലില്ലാ, നല്ലൊരു മഹാന്റെ സദസ്സിൽ വെച്ച് കണ്ട ആളാ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2:10 നിർത്താറായോ? നിർത്താറായോ? പറ. വഴുതു കേൾക്കാൻ പ്രമാണിമാരൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാ. നിർത്താറായോ? നിർത്താറായില്ല. ശരി, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്നാമത്തെ പാപം ഏതാ? നമ്മൾ നിസ്സാരമായി തള്ളുന്ന മൂന്നാമത്തെ പാപം. 5 എണ്ണമുണ്ട്, സമയമില്ല, ഞാൻ പറയാം. മൂന്നാമത്തെ പാപം എന്താ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. പടച്ചവരെ, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു വിഭാഗത്തെ കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഒരു വിഭാഗത്തെ കൊണ്ടുവരികയാണ്. അവരുടെ രൂപം എങ്ങനെയെന്നറിയുമോ? അവരുടെ രൂപം എങ്ങനെയെന്നറിയുമോ? അതാ തുപ്പലുകൾ അവരുടെ മുഖത്തിരിക്കുകയാണ്. പെണ്ണ്, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങളിൽ ചില പെണ്ണുങ്ങൾ വരുമ്പോ അവളുടെ മുഖം മുഴുവനും തുപ്പലുകളാണ്. 2 കണ്ണുകൾക്കിടയിൽ ഉഹദ് മലയോളം വലിപ്പമുള്ള രീതിയിൽ തുപ്പലുകൾ അല്ലാഹു അവളുടെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാ. അങ്ങനെ വൃത്തികെട്ടവളെ പോലെ നടന്നു വരികയാ. ചെറുപ്പക്കാരാ, മുഖം മുഴുവനും തുപ്പലുകളും ചുമന്നുകൊണ്ട് വരുന്ന ഒരു വിഭാഗമുണ്ടടാ. അത് കാണുമ്പോ ജനങ്ങൾ മൂക്കുപൊത്തുകയാ, ജനങ്ങൾ വെറുപ്പോടെ നോക്കുകയാ. ആരാ അല്ലാ ഈ നശിച്ചവൾ? ആരാ അല്ലാ ഈ വൃത്തികെട്ടവൾ? ആരാ അല്ലാ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചുകൊണ്ട് ജനങ്ങൾ നിന്നെ കാണുമ്പോ മൂക്കുപൊത്തിയിട്ട് ഓടുകയാണ്. അല്ലാഹുവേ, അത്രയും ദുർഗന്ധമടിക്കുന്ന രീതിയിൽ പരലോകത്ത് കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവരാരാ നബിയേ? അവരെന്തു പാപം ചെയ്തവരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, ആ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. ഈ സദസ്സിലിരിക്കുന്ന സർവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ള പാപമാ. ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ളവരാ. അതുകൊണ്ട് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. ആ പാപം ഏതെന്നറിയുമോ? റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, കഅബാലയത്തിന്റെ നേരെ, കിബിലയുടെ നേരെ തുപ്പിയവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കിബിലയുടെ നേരെ തുപ്പാൻ പാടില്ല, പക്ഷെ നമ്മൾ എല്ലാവരും തുപ്പും. കഅബാലയത്തിന്റെ നേരെ, പരിശുദ്ധമായ കിബിലയുടെ നേരെ തുപ്പാൻ പാടില്ല. ഇരുന്ന് മൂത്രം വരെ ഒഴിക്കുന്നവരുണ്ട്, തുപ്പാറില്ല. നനച്ചു വയ്ക്കേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിബിലയുടെ നേരെ ആര് തുപ്പുന്നുണ്ടോ നാളെ പരലോകത്ത് ആ തുപ്പൽ അവന്റെ മുഖത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. കിബിലയുടെ നേരെ തുപ്പിയിട്ടില്ലേ ജീവിതത്തിൽ ഇന്ന് വരെ?
കിബിലയുടെ നേരെ നമ്മൾ ആരെങ്കിലും തുപ്പിയിട്ടുണ്ടോ? എല്ലാരും തുപ്പിയിട്ടുണ്ട്. പാപമല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയല്ലേ? നിസ്കരിക്കുന്ന സമയത്തു മാത്രമല്ല കഅബ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മഹാനായ മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീലും മക്കത്തും മദീനത്തും പോകുമ്പോൾ കാണാം ഒരു പള്ളി, മസ്ജിദുൽ കിബിലത്തൈനി, 2 കിബിലയുള്ള പള്ളി. ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അസർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ, കിബില കഅബാലയമാക്കി ഇരിക്കുന്നു അല്ലാഹ്, ഖിയാമത്ത് നാൾ വരെ കിബില സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു നബിയെ, തിരിഞ്ഞങ്ങോട്ട് നിന്ന് നിസ്കരിക്കും നബിയെ എന്ന്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെയുള്ളവർക്ക് കിബില സ്ഥിരപ്പെടുത്തിയ മാസമാണ് ശഅബാൻ മാസം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങനല്ല നിസ്കരിക്കുന്ന സമയത്ത് മാത്രം കിബില, ബാക്കിയുള്ളപ്പോൾ ഒരു കിബിലയുമായി ഒരു ബന്ധവുമില്ല. നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല കിബില. എടാ, ഒരു മനുഷ്യന്റെ ജനനവും മരണവും കിബിലയുമായി ബന്ധമുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് മാത്രം പള്ളിക്കകത്തോട്ട് പോയിട്ട് കിബിലയുടെ നേരെ നിന്ന് നിസ്കരിക്കുന്ന വാപ്പ അപ്പ മാത്രമല്ല കിബില. ഒരുപാട് സമയങ്ങളിൽ നീ കിബിലയെ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ കിബിലയുടെ മഹത്വം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിബിലയെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. നിങ്ങൾ വുളുവെടുത്തിട്ട് ദുആ ചെയ്യുമ്പോൾ എങ്ങോട്ട് നിന്നിട്ട് ദുആ ചെയ്യണം? എങ്ങോട്ട് നിന്നിട്ടാ ദുആ ചെയ്യേണ്ടത്? ഒളുവെടുക്കുമല്ലോ. ഒളുവെടുത്തിട്ട് ദുആ ചെയ്യേണ്ടത് എങ്ങോട്ട് നിന്നാ? കിബിലയുടെ നേരെയാണോ, എതിരെയാണോ, അതോ വേറെ എങ്ങോട്ടെങ്കിലുമാണോ? കിബിലയുടെ നേരെ നിന്നിട്ടാ ദുആ ചെയ്യണ്ടേ. ബാങ്ക് വിളിച്ചു, ബാങ്കിന്റെ ദുആ ചെയ്യേണ്ടത് കിബിലയുടെ നേരെ നിന്നിട്ടാ. കിബില നിസ്കരിക്കുമ്പോ മാത്രമല്ല, ആ കിബിലയുമായി നമുക്കൊരു ബന്ധമുണ്ട്. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പെങ്ങളെ, നമസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല കിബിലയുടെ നേരെ നിൽക്കേണ്ടത്, ആ കിബിലയുമായി നിനക്കൊരു വല്ലാത്ത ബന്ധമാണ്. നീ ഒളുവെടുത്തിട്ട് ദുആ ചെയ്യുമ്പോ കിബിലയുടെ നേരെ നിന്ന് ദുആ ചെയ്യട്. നീ അതാ ബാങ്ക് വിളിച്ചു കഴിയുമ്പോൾ ദുആ ചെയ്യുമല്ലോ, കിബിലയുടെ നേരെ ഇരുന്നിട്ട് നീ ദുആ ചെയ്യട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമല്ലോ, ആ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് കിബിലയുടെ നേരെ ഇരുന്നാ. അതുമാത്രമല്ല അന്നായിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഉമറു ബിഫിറാശിഹി ഫയുഫറസു ലഹു ഫയസ്തഖ്ബിലുൽ ഖിബല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കിടക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നാൽ അവിടുന്ന് വിരിപ്പ് വിരിക്കാൻ പറയുമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് കിടക്കുന്നതിന് വേണ്ടി വിരിപ്പ് വിരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകന് കിബില തിരിഞ്ഞ് കിടക്കുമായിരുന്നു. സ്വഹാബ ഉറങ്ങുമ്പോ പോലും കഅബാലയത്തിന്റെ നേരെ കിടക്കട്, കിബില കണ്ടുകൊണ്ട് കിടക്കട്, കിബില കണ്ടുകൊണ്ട് കിടക്കട്. കാരണം ഉറക്കമെന്ന് പറഞ്ഞാ മരണമാ. ഇനിയെങ്കിലും പഠിച്ചോ പെങ്ങള്. പാട്ട് കേട്ടുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, കാമുകിയോട് സ്വറ പറഞ്ഞുകൊണ്ട് ഉറങ്ങി വീടുന്ന ചെറുപ്പക്കാരാ, പഠിച്ചവനെ കല്യാണം ഉറപ്പിച്ച പെണ്ണുമായി വഅദ് പറയുന്ന ചെറുപ്പക്കാരാ, വിവാഹം കഴിക്കാത്ത പെണ്ണാട്, അവളുമായി പഠിച്ചവരെ രാത്രിയിൽ മുഴുവനും സംസാരിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരാ, എടാ, എഴുന്നേക്കുമ്പോൾ പറയേണ്ട ദുആഇന്റെ അർത്ഥം നിനക്കറിയുമോ? അൽഹംദുലില്ലാഹ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ അൽഹംദുലില്ലാഹ് പറയണമല്ലോ. എന്തിനാടാ പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരിച്ചു കിടന്ന എനിക്ക് ജീവൻ തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അതിന്റെ അർത്ഥമാടാ, എടാ,
ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ അവിടുന്ന് കിടന്നിരുന്നത്. ഉറങ്ങുന്ന സമയത്ത് പോലും കിബില തിരിഞ്ഞാണ് കിടന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കിബില കണ്ടുകൊണ്ടാണ് കിടന്നത്. പടച്ചവനെ അവിടുന്ന് ചരിത്രമെടുത്തു നോക്ക്. ഒരു മനുഷ്യനെ മരിക്കാൻ കിടക്കുമല്ലോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമല്ലോ. ഡോക്ടർ പറയുകയാണ്, അറിയിക്കാറുള്ളവരെ മുഴുവനും അറിയിച്ചോ, ഇനി മരുന്നുകളൊന്നുമില്ല, വീട്ടിലേക്ക് കൊണ്ടുപോക്കോ. അങ്ങനെ ആ രോഗം പിടിച്ച് മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ കടത്തേണ്ടത് എവിടേക്കാടാ? മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ കടത്തേണ്ടത് എവിടേക്കാട്? പടച്ചവനെ കിബില കാണുന്ന രീതിയിലല്ലേ, കിബില കാണുന്ന രീതിയിലല്ലേ. ഇനി ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കടത്തേണ്ടത് എവിടേക്കാ? എടാ, ജീവിച്ചിരിക്കുമ്പോ മാത്രമല്ല, മരിക്കാൻ കിടക്കുന്നവനും കിബിലയുടെ നേരെയാണ് കടത്തേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കടത്തേണ്ടത് കിബില കാണുന്ന രീതിയിലല്ലേ. കാരണം അല്ലാഹുവിന്റെ കിബിലയെ സ്നേഹിക്ക്, അല്ലാഹുവിന്റെ കിബിലയെ ബഹുമാനിക്ക്, അല്ലാഹുവിന്റെ കിബിലയെ ബഹുമാനിക്ക്. കാരണം കഅബാലയമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? ആ കഅബാലയത്തെ ബഹുമാനിച്ചാൽ, ആ കഅബാലയത്തെ ആദരിച്ചാൽ, ഏത് നന്മ ചെയ്യുമ്പോഴും കഅബാലയത്തിന്റെ നേരെ നിന്ന് ചെയ്യുന്നവര്, വെള്ളം കുടിക്കുമ്പോഴാകട്ടെ, ദുആ ചെയ്യുമ്പോഴാകട്ടെ, ഖുർആൻ ഓതുമ്പോഴാകട്ടെ, കിടന്നുറങ്ങുന്ന സമയത്താകട്ടെ, സക്കറാത്തിന്റെ അവസ്ഥയിലാകട്ടെ, മരിച്ചു കിടക്കുന്ന സമയത്താകട്ടെ, അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ കിടന്നാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മഹത്വം അറിയുമോ? ഇന്ന അവ്വല ബൈതി ഉദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൽ ലിൽ ആലമീൻ. ആ കഅബാലയത്തെ കുറിച്ച് അല്ലാഹുവാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അത് ബർക്കത്തിന്റെ കേന്ദ്രമാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഇന്ന അവ്വല ബൈതി ഉദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ, ബർക്കത്തിന്റെ കേന്ദ്രമാ കഅബ. ആ കഅബാലയത്തെ സ്നേഹിച്ചാൽ, ആ കഅബാലയത്തെ ബഹുമാനിച്ചാൽ ബർക്കത്തുണ്ടാകും. അപ്പോ പെങ്ങളെ, ജീവിതത്തിൽ ബർക്കത്ത് കിട്ടുകയാണ്, സമ്പത്തിൽ ബർക്കത്ത് കിട്ടുകയാണ്, വീടിന്റെ അകത്ത് ബർക്കത്ത് വരികയാണ്, മക്കളിൽ ബർക്കത്ത് വരികയാണ്, ആരോഗ്യത്തിൽ ബർക്കത്ത് വരികയാണ്, ഭർത്താവിൽ ബർക്കത്ത് വരികയാണ്. നിന്റെ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ. അത് ബർക്കത്തിന്റെ കേന്ദ്രമാ. അതുകൊണ്ട് ആ കഅബാലയത്തിന്റെ നേരെ കിടക്കാൻ പറഞ്ഞത്. രണ്ട്, വഹുദൽ ലിൽ ആലമീൻ. അല്ലാഹുവേ, ഹിദായത്ത് ലഭിക്കാൻ കാരണമാ. ഈമാൻ ഉറയ്ക്കുമടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ കഅബാലയത്തെ ബഹുമാനിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ ഈമാൻ ഉറയ്ക്കുകയാടാ, നിന്റെ ഈമാൻ ഉറയ്ക്കുകയാണ്. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിനക്കറിയുമല്ലോ. നിന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നല്ലോ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നവനായിരുന്നല്ലോ, വിവാഹം കഴിക്കാത്തവനായിരുന്നല്ലോ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുവരികയാണ്, തൂക്കാൻ പോകുകയാണ്, കൊല്ലാൻ പോവുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിലേക്ക് കയറിടുകയാണ്. കൈകാലുകൾ കെട്ടിയിട്ട് ആ കഴുത്തിൽ കയറിട്ടിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പച്ച ഇറച്ചിയുണ്ടല്ലോ, കഴുത്തിൽ കയറിട്ടിരിക്കുകയാണ്. ഹുബൈബ് തങ്ങളെ കൊല്ലാൻ പോവുകയാണ്. ആ സമയത്ത് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിൽ കയറിട്ടിട്ട് അതാ കുന്തം കൊണ്ട് വന്നവിടന്ന് ഹുബൈബ് തങ്ങളുടെ ഇറച്ചി ഇങ്ങനെ കുത്തിയെടുക്കുകയാ. ഹുബൈബ് തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറച്ചി ഇങ്ങനെ കുത്തിവലിക്കുകയാണ്. എന്നിട്ട് റബ്ബേ,
ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവര് കഴുത്തിൽ കയറിട്ട് മുറുക്കാൻ തുടങ്ങുമ്പോ ഹുബൈബ് തങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോ അവര് ഹുബൈബ് തങ്ങളുടെ തല പിടിച്ച് തിരിക്കുകയാ. കിബിലയുടെ നേരെ നിന്ന് മരിക്കണ്ടടാ, കിബിലയുടെ നേരെ നിന്ന് മരിക്കണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല കിബിലയുടെ ഭാഗത്ത് നിന്ന് പിടിച്ചു തിരിക്കുമ്പോ ആ മരിക്കുന്ന സമയത്ത് കഴുകുമരത്തിൽ കടന്നുകൊണ്ട് ഹുബൈബ് തങ്ങൾ പാടിയതെന്തെന്നറിയുമോ? എടാ ശത്രുക്കളുടെ കണ്ണ് തള്ളിപ്പോയടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ കഴുകുമരത്തിൽ കിടന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഈ وذلك في الذات الإلهي وإيشاء يبارك على الأوصال سلوي ممزعي. എവിടെ കിടന്നാ പറയുന്നതെന്നറിയുമോ? എടാ കഴുകുമരത്തിലിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിൽ കയർ മുറുക്കിയിട്ട് അതാ കയ്യിലിരിക്കുന്ന കുന്തം കൊണ്ട് പച്ചയിറച്ചി കുത്തിയെടുത്തിട്ട് ആ മരിക്കുന്ന സമയത്ത് കിബിലയുടെ നേരെ നിൽക്കണ്ടടാ എന്ന് പറഞ്ഞ് എല്ലാവരും ഹുബൈബ് തങ്ങളുടെ തല പിടിച്ചിട്ട് തിരിച്ചൊടിക്കുമ്പോ ഹുബൈബ് തങ്ങൾ പാടിയതെന്തെന്നറിയുമോ? ഒരു മുസ്ലിമായതിന്റെ പേരിലല്ലേ നിങ്ങൾ എന്നെ കൊല്ലുന്നത്? എനിക്കൊരു പേടിയുമില്ല. വെട്ടിക്കൊല്ലണോ, ഇഞ്ചിഞ്ചായി മുറിക്കണോ, എന്റെ കഴുത്ത് വെട്ടി മാറ്റണോ, തൂക്കിക്കൊല്ലണോ, എങ്ങനെ കൊന്നാലും ഹുബൈബിന് വിഷമമില്ല. എന്നെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും തന്നോ, ഈ കൈകാലുകൾ വെട്ടി മുറിച്ചിട്ട് കൊല്ലടോ, ഈ ഹുബൈബിന്റെ തല വെട്ടി മുറിക്കണോ, ഈ ഹുബൈബിന്റെ കഴുത്തിൽ കയറ് മുറുക്കിയിട്ട് തൂക്കിക്കൊല്ലടോ, എന്നെ നിങ്ങൾ ജീവനോടെ കരിക്കണോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. ഈ ഹുബൈബിനൊരു ചുക്കുമില്ലടാ, ഈ ഹുബൈബിനൊരു പേടിയുമില്ല. കാരണം ഹുബൈബ് മരിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലാ. എന്റെ ചെറുപ്പക്കാരാ, ഹുബൈബ് തങ്ങളോട് ചോദിച്ചു, അവസാനത്തെ മോഹമെന്താ? അവസാനത്തെ മോഹമെന്താ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, കിബിലയുടെ നേരെ നിന്ന് എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം. ചരിത്രമെടുത്ത് വായിച്ചു നോക്കടാ ചെറുപ്പക്കാരാ. അവര് മുഴുവനും ഹുബൈബ് തൂങ്ങുമ്പോ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലുമ്പോ എങ്ങോട്ട് തിരിച്ചാലും തല കിബിലയുടെ നേരെയാ. അവര് തലതിരിക്കാൻ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല തിരിയുന്നില്ല. കിബിലയുടെ നേരെയാ കിടന്നത്, കിബിലയുടെ നേരെയാ കിടന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, കിബിലയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകണമെടാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി മരിച്ചു കഴിഞ്ഞാലോ അല്ലാഹുവേ, മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവരുമല്ലോ. നമസ്കാരം കഴിഞ്ഞു പള്ളിപ്പറമ്പിലെ കബറിൽ ഇറക്കി വെക്കുമ്പോ എങ്ങോട്ടാടാ തല വെക്കേണ്ടത്? ഒരു മയ്യത്തിനെ കബറിൽ ഇറക്കി വെക്കുമ്പോ ഏതു ഭാഗത്തേക്കാ മയ്യത്തിന്റെ തല വെക്കേണ്ടത്? അപ്പോഴും കഅബാലയത്തിന്റെ നേരെയാ, അപ്പോഴും കഅബാലയത്തിന്റെ നേരെയാ. അല്ലാഹുവേ, മുൻകറും നകീറും എന്ന് പറയുന്ന 2 മലക്കുകൾ കബറിൽ വരുമല്ലോ. അവര് ചോദിക്കുന്ന ഒരു ചോദ്യമേതാ? ആ കബറിന്റെ അകത്തും മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക, ആ പരിശുദ്ധമായ ആ മലക്കുകൾ കബറിന്റെ അകത്ത് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കഅബാലയത്തെ കുറിച്ചാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ കഅബാലയത്തെ ബഹുമാനിക്കടേ, നിങ്ങൾ ആദരിക്കടേ. കഅബാലയത്തിന്റെ നേരെ നിങ്ങൾ തുപ്പല്ലേ. കഅബാലയത്തിന്റെ നേരെ തുപ്പിയാ
അല്ലാഹുവിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ മുഖത്ത് മുഴുവനും തുപ്പലുകളായിട്ട് വൃത്തികെട്ടവരെ പോലെ, നശിച്ചവരെ പോലെ, നാണം കെട്ടവരെ പോലെ, നിന്യരായി നിസാരരായി അല്ലാഹു നിന്നെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം കഅബാലയത്തിന്റെ മുന്നിലേക്ക് തുപ്പിയിട്ടുണ്ട് റബ്ബേ. കഅബാലയത്തിന്റെ നേരെ കാല് നീട്ടിയിട്ടുണ്ട് റബ്ബേ. പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലാ, ആ കഅബാലയത്തിന്റെ കില്ല പിടിക്കാൻ, ആ കഅബാലയത്തിനെ കണ്ടുകൊണ്ട് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, കഅബയുടെ നേരെ തുപ്പാൻ പാടില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. വലതുഭാഗത്തേക്കും തുപ്പാൻ പാടില്ല, ഇടതുഭാഗത്തേക്കാണ് തുപ്പേണ്ടത്. കഅബയുടെ നേരെ തുപ്പിയാൽ നാളെ അല്ലാഹു നശിച്ചവനായി നിന്നെ കൊണ്ടുവരും പരലോകത്ത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 3 ഇൽമു പഠിച്ചു. 1, നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കരുത്. 3 ശിക്ഷ. 1, അല്ലാഹുവിൻ്റെ ശാപം. 2, അല്ലാഹുവിൻ്റെ കരുണ ലഭിക്കൂല. 3, സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂല. 2, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കരുത്. ഔറത്ത് ആരുടേതും കാണരുത്. ഔറത്ത് കണ്ടാൽ അവസാനം മരണം വരെ മോശമാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3-ാമത്തെ കാര്യം, കിബിലയുടെ നേരെ തുപ്പാൻ പാടില്ല. കിബിലയെ നീ ബഹുമാനിക്കണം, അതിനെ നീ ആദരിക്കണം. ആദരിച്ചാൽ അല്ലാഹു നിനക്ക് നല്ല മരണം നൽകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10:45 ഇൻഷാ അല്ലാഹ്. ഒരെണ്ണം കൂടെ പറയണോ, ദുആ ചെയ്യണോ? എന്തു വേണം? പറയണോ, ദുആ ചെയ്യണോ? നിങ്ങൾക്കാണ് ഓഫർ. നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി എനിക്ക് വണ്ടിയുടെ ടിക്കറ്റ് എടുത്തയാ, ഞാനത് ക്യാൻസൽ ചെയ്തു. ഇൻഷാ അല്ലാഹ് എനിക്ക് ഇന്ന് രാത്രി വഅദ് കഴിഞ്ഞിട്ട് ഇബാദത്ത് ചെയ്യണം. എന്നും നാട്ടുകാരെ നന്നാക്കിയാൽ പോരല്ലോ, എനിക്കെന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ രാവിലത്തേക്ക് ടിക്കറ്റ് മാറ്റിയിട്ടുണ്ട്. മുസ്തഫ എന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂറും കൂടി ഇരിക്കുവോ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. അൽഹംദുലില്ലാഹ്. കസേരയൊക്കെ മുന്നോട്ട് കയറ്റിക്കുക എല്ലാവരും. ഇൻഷാ അല്ലാഹ്. മൈക്ക് സെറ്റുകാരൻ എന്താ ഒന്ന് കസേര മുന്നോട്ട് കേട്ടോ, അടുത്തിരിക്കും. ഇൻഷാ അല്ലാഹ്. സഹോദരിമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, കയ്യും കാലൊക്കെ ഒന്ന് ഊത്തെ. ഉറങ്ങുമല്ലേ? എഴുന്നേക്ക്. ഇൻഷാ അല്ലാഹ്. ഒന്ന് ഫ്രണ്ടിലോട്ട് പാടോ ചങ്ങാതി. ഫ്രണ്ടിലോട്ട് കയറിയിരിക്കും. ഇൻഷാ അല്ലാഹ്. ബാ ഇൻഷാ അല്ലാഹ്. ഇരിക്കൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാനും ഇരുന്നോട്ടെ. ബുദ്ധിമുട്ടുണ്ടാ? നിങ്ങളൊക്കെ ഇരിക്കല്ലേ, അപ്പൊ ഞാൻ ഇരുന്നോട്ടെ. 2 മിനിറ്റ് ഇരിക്കടോ. അൽഹംദുലില്ലാഹ്. ഇരിക്കും. പോകേണ്ടവരൊക്കെ പെട്ടെന്ന് പൊക്കോളി. ഇൻഷാ അല്ലാഹ്. ഈ ഫാൻ എനിക്ക് വേണ്ട, നിങ്ങൾക്ക് വെച്ചോ. മക്കളെ, കസേര കിടപ്പുണ്ട് പുറകിൽ, വേണമെങ്കിൽ പോയിരുന്നു, ഇല്ലെങ്കിൽ അവിടെ തന്നെ നിന്നോ. അല്ലാഹു നിങ്ങൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ ഇരിക്കും. ഇൻഷാ അല്ലാഹ്. 4 നമ്മളൊക്കെ നിസ്കരിക്കാറുണ്ടല്ലോ, നിസ്കരിക്കത്തില്ലേ? നമ്മളൊക്കെ സുജൂദ് ചെയ്യാറുണ്ട്. ഈ സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ കാലിന്റെ വിരല് നമ്മൾ എങ്ങനെ വെക്കാറ്? നമ്മൾ സുജൂദ് ചെയ്യാറുണ്ട്. സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ കാലിന്റെ വിരല് 3 രീതിയിലാണ് വെക്കുന്നത്. ചില ആൾക്കാരിങ്ങനെ കുത്തിവെക്കും, ചില ആൾക്കാരിങ്ങനെ മടക്കി വെക്കും, ചില ആൾക്കാരിങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ വെച്ചിട്ടിരിക്കും. സത്യത്തിൽ എങ്ങനെയാ വെക്കേണ്ടത്? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ എങ്ങോട്ടാ വെക്കേണ്ടത്? ഞാൻ 3 രീതി പറഞ്ഞില്ലേ.
ഇങ്ങനെ കുത്തി വെക്കണോ, അതോ കാലിന്റെ അടിഭാഗം ഇങ്ങനെ മടക്കി വെക്കണോ, അതോ ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ വെക്കണോ? എങ്ങനെയാ വെക്കേണ്ടത്? നമ്മൾ എങ്ങനെയാ വെക്കണെന്ന് ചൂരനും പിടിച്ചോണ്ട് പുറകെ പോയി നോക്കണം. അപ്പൊ അറിയാം നമ്മൾ എങ്ങനെയാ വെക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. സത്യത്തിൽ എങ്ങനെയാ വെക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ? അതാ പഠിക്കേണ്ടത്. എല്ലാവരും നിസ്കരിക്കാറുണ്ട്. പടച്ചവനെ, ആ നിസ്കരിക്കുന്ന സമയത്ത് കാലിന്റെ വിരൽ അധികം പേരും ഇങ്ങനെ കുത്തിയാ വെക്കാറ്. വിരൽ കുത്തി വെക്കും. ചില ചെറുപ്പക്കാരിങ്ങനെ മുടക്കി പോകും. സുജൂദ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? ചില ചെറുപ്പക്കാര് നെറ്റി മാത്രം ഇങ്ങനെ കുത്തിയേക്കും, മൂക്ക് തൊടാറില്ല. കാരണം പായക്ക് എത്ര പേര് വരുന്നയല്ലേ? ചിലര് മൂക്ക് തൊടാറില്ല. ചിലരാണെങ്കിൽ ഇല്ലാത്ത അവയവം വരെ സുജൂദി വെക്കും. ഈ മുട്ടും കൊണ്ടുവന്ന് സുജൂദിൽ വെട്ടിയിട്ടിരിക്കുക, സുജൂദ് ഇങ്ങനെ ഇട്ടേക്കും. പിന്നെ ചിലരാണെങ്കിൽ കഷ്ടം, ഇങ്ങനെ ഇരിക്കാൻ വയ്യാത്ത കാരണം മുട്ടുകൊണ്ട് ഈ മുട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഒരാളുടെ മുന്നിലും നിങ്ങൾ സുജൂദ് ചെയ്യരുത്, അള്ളാഹുടെ മുന്നിലല്ലാതെ. അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ ലോകത്ത് ഒരു മഖ്ലൂഖിന്റെ മുന്നിലും എന്റെ പ്രിയപ്പെട്ടവരെ സുജൂദ് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമേ ഒരു മനുഷ്യന് സുജൂദ് ചെയ്യാവൂ, അല്ലാതെ ഒരാളുടെ മുന്നിലും ചെയ്യരുത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തെന്നറിയുമോ? ഒരടിമ അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോ, അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് തന്റെ അടിമ അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ, സഹാബാ, നിങ്ങൾ സുജൂദിനെ അധികരിപ്പിക്കണേ സഹാബാ. തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗം വേണോ? നിങ്ങൾക്ക് സ്വർഗം വേണോ സഹാബാ? നിങ്ങൾ സുജൂദിനെ അധികരിപ്പിക്കണേ സ്വഹാബാ. എന്നിട്ട് മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുമോ? ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് സുജൂദ് ദീർഘിപ്പിക്ക്, സുജൂദ് ദീർഘിപ്പിക്ക്. കാരണം എന്തെന്നറിയുമോ? ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ അവന് ചെയ്തു പോയ പാപങ്ങൾ മുഴുവൻ അവന്റെ തലയുടെ മുകളിൽ വരികയാ. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അവന്റെ തലയുടെ മുകളിൽ വരികയാ. ആ പാപങ്ങൾ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ തലയിൽ നിന്ന് പൊടിഞ്ഞു വീഴുകയാ. ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ സുജൂദിൽ കിടക്കുന്നവന്റെ തലയുടെ മുകളിൽ നിന്ന് പാപങ്ങൾ പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, പടച്ചവരേ, ഒരു സുജൂദ് മതിയടാ രക്ഷപ്പെടാറ്, ഒരു സുജൂദ് മതി പെങ്ങള് രക്ഷപ്പെടാറ്. അത് ചെയ്യേണ്ട രീതിയിൽ അവയവങ്ങൾ മുഴുവനും സുജൂദിൽ വെക്കട്. നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, നിന്റെ മൂക്കുണ്ടല്ലോ, നിന്റെ കൈകളുണ്ടല്ലോ, നിന്റെ കാലിന്റെ മുട്ടുകളുണ്ടല്ലോ, നിന്റെ വിരളിന്റെ അടിഭാഗമുണ്ടല്ലോ, വിരളിന്റെ അടിഭാഗമാണ് ഭൂമിയിൽ ഇങ്ങനെ വെക്കേണ്ടത്, അല്ലാതെ വിരൽ കുത്തിവെക്കലല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ചെയ്താൽ പടച്ചവനെ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പൊറുക്കുകയാ. ഒരു സുജൂദ് മതി നിനക്ക് രക്ഷപ്പെടാൻ, ഒരു സുജൂദ് മതി നിനക്ക് രക്ഷപ്പെടാൻ. റസൂലുള്ളാഹി പറയുകയാ, സുജൂദിന്റെ മഹത്വം അറിയുമോ? എന്തുകൊണ്ടാണ് സുജൂദിൽ പോകുമ്പോ നെറ്റിയിൽ പറ്റുന്ന മണ്ണ് തട്ടിക്കളയല്ലേ? നെറ്റിയിൽ പറ്റുന്ന മണ്ണ് പോലും തട്ടിക്കളയരുതെന്ന് പറയാനുള്ള കാരണമെന്താ? നാളെ പരലോകത്ത് ചിലര് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവരുടെ നെറ്റിത്തടത്തിൽ മണ്ണ് കാടുകയാ, അവരുടെ നെറ്റിത്തടത്തിൽ മണ്ണ് കാടുകയാ. തട്ടിക്കളയാ നോക്കുമ്പോ അവിടെ നിന്ന് പോകുന്നില്ല. മലക്കുകൾ പറയുകയാ, സുജൂദ് ചെയ്തപ്പോ പറ്റിയ മണ്ണ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞത് സുജൂദിന്റെ അവയവങ്ങൾ പ്രകാശിക്കുമെന്നാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ
അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത അവയവങ്ങളുണ്ടല്ലോ, നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, നിന്റെ മുഖമുണ്ടല്ലോ, നിന്റെ കൈപ്പത്തികളുണ്ടല്ലോ, നിന്റെ കാലിന്റെ മുട്ടുകളുണ്ടല്ലോ, നിന്റെ കാലിന്റെ വിരലിന്റെ അടിഭാഗമുണ്ടല്ലോ, ഇവകളെല്ലാം നാളെ പ്രകാശിക്കുന്ന രീതിയിലാണ് നാളെ പരലോകത്തേക്ക് കടന്നു വരുന്നതെന്ന് മുത്തുനബി അവിടെന്ന് പറയുമ്പോ, ചെറുപ്പക്കാരാ കളിയല്ലടാ, കളിയല്ലടാ, കളിയാക്കല്ലേ, കളിയാക്കല്ലേ, നമസ്കാരത്തില് കളിക്കല്ലേ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, നിനക്കാണ് ശ്രദ്ധയില്ലാത്തത്, നിനക്കാണ് ശ്രദ്ധയില്ലാത്തത്. നമസ്കരിക്കുന്ന സമയത്ത് കളിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ സുജൂദിന്റെ അവയവങ്ങൾ സൂക്ഷിച്ചു വെച്ചോ, ഇല്ലെങ്കിൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാ. അല്ലാഹുവേ ഈമാൻ നിലനിർത്തി തരണേ അല്ലാ. അതുകൊണ്ട് ഇനി മുതൽ സുജൂദ് ചെയ്യുമ്പോ കാലിന്റെ വിരലിന്റെ അടിഭാഗം സുജൂദിന്റെ സമയത്ത് നീ ഭൂമിയിലേക്ക് ചേർത്ത് വെക്കടേ, എങ്കിലേ നിന്റെ സുജൂദ് ശരിയാകൂ. ഏതെങ്കിലും ഒരു അവയവം നീ ഒഴിവാക്കിയ ആ അവയവം നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതെങ്കിലും ഒരു അവയവത്തെ നീ ഒഴിവാക്കിയാൽ അതിന്റെ ശാപം കൂടെ നീ വാങ്ങിച്ചു വെക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അഞ്ചാമത്തെ കാര്യം 5 വഖത്ത് നമസ്കാരം ഫർളാണോ അല്ലേ? ഫർളാണോ അല്ലേ? ഫർളാണോ അല്ലേ? ഇന്നത്തെ ദിവസം 5 വഖത്തും ജമാഅത്തായി നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഞാൻ നോക്കണില്ല, അങ്ങോട്ട് നോക്കിക്കോളാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. റോഡിലൂടെ നടന്നു പോകുന്ന കേശവനും ജോർജും നീയും തമ്മിൽ എന്ത് വ്യത്യാസം? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞു. നീയും അവനും തമ്മിൽ എന്ത് വ്യത്യാസോടാ? ജോർജ് കുട്ടിയും ജോസഫ് കുട്ടിയും അബൂബക്കറും നീയും അവനും തമ്മിൽ എന്ത് വ്യത്യാസം? ഒന്നുമില്ല. 5 വഖത്ത് നിസ്കാരം നിനക്ക് നിർബന്ധമല്ലേ? എന്തേ നിസ്കരിക്കാത്ത? പാവല്ല ഉസ്താദ്, അതൊക്കെ ഈ ഉസ്താദന്മാർക്കും കിളവന്മാർക്കും പറഞ്ഞിട്ടുള്ളതല്ലേ. ഞങ്ങൾക്കൊക്കെ എന്തോ നിസ്കാരം ഇല്ലേ? നമ്മൾ കൊന്നാലും കേറൂല്ല ഉസ്താദെ പള്ളിയിൽ. 5 വഖത്ത് ഖളാക്കാതെ നിസ്കരിച്ച പെണ്ണുങ്ങളെന്ന് കൈവക്കിക്ക്. അല്ല തന്നെ ചോദിക്കുന്നുണ്ട്, ആമിന നിനക്കാ സ്വർഗം. പാമ്പ് വരാതെ നോക്കിക്കോ, അള്ളാഹു കാക്കുമാറാകട്ടെ. ആലിച്ചു നോക്ക്, റജബ് കഴിഞ്ഞു ശഅബാൻ, റജബ് കഴിഞ്ഞു ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെ കുറച്ച് ആൾക്കാർ, ഒരു ഗോത്രത്തിലെ ആൾക്കാർ മുസ്ലിം ആകാൻ വന്നു. നബിയുടെ മുന്നിൽ വന്നു, മസ്ജിദുൻ നബവിക്കകത്ത് കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വിളിച്ചിരുത്തി, എന്താ വന്നത് നബിയെ? ഞങ്ങൾ മുസ്ലിം ആകാൻ തയ്യാറാ, പക്ഷേ ചില കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ചോദിച്ചു, ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ഞങ്ങളോട് യുദ്ധത്തിന് പോകാൻ പറയരുത്. ഒന്നാമത്തെ കണ്ടീഷൻ, ഞങ്ങളോട് ജിഹാദിന് പോകാൻ പറയരുത്. രണ്ടാമത്തത് എന്താ? കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നാട്ടുകാർക്ക് കൊടുക്കാൻ പറയരുത്. ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയത് മറ്റുള്ളവന് കൊടുക്കാൻ, സദക്കയും സക്കാത്തൊന്നും കൊടുക്കൂല, പറയരുത്. 3, നിസ്കരിക്കാൻ പറ്റൂല. മുസ്ലിമാകാൻ തയ്യാറാ, നിസ്കരിക്കാൻ പറ്റൂല. നബി പറഞ്ഞു, ജിഹാദിന് പോകാൻ പോണ്ടെങ്കിൽ വേണ്ട, പോണ്ട. ജിഹാദ് ചെയ്യാനും മനസ്സില്ലെങ്കിൽ നീ പോകണ്ട. ഇനി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നാട്ടുകാർക്ക് കൊടുക്കാൻ വയ്യെങ്കിൽ നീ കൊടുക്കണ്ട. പക്ഷേ നിസ്കാരം ഉണ്ടല്ലോ, ഇവിടെ ഇരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായ ഈ വഖത്ത് നിങ്ങൾക്ക് നിർബന്ധമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഷഹാദത്ത് കലിമ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വഖത്ത് നിർബന്ധമാണെന്നല്ല പറഞ്ഞു, ഈ വഖത്ത് തന്നെ. നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് നിസ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ പഠിച്ചിട്ട് നിസ്കരിക്കണം. ഇനി സമയമില്ലേ, അറിയുന്നത് പോലെ നിസ്കരിച്ചു കൊള്ളാൻ നബിയിന റസൂലുള്ളാഹി. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? എടാ, ഒളുവെടുക്കാൻ വെള്ളമുണ്ടെങ്കിൽ ഒളുവെടുത്തിട്ട് നിസ്കരിക്കണം. വെള്ളമില്ല, മണ്ണുകൊണ്ട് തയമം ചെയ്ത് നിസ്കരിക്കണം. ഇനി വെള്ളവുമില്ല, തയമം ചെയ്യാൻ മണ്ണുമില്ല, നീ ഒന്നും
എടുക്കണ്ട, നിസ്കരിച്ചു കൊള്ളണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാലും വെള്ളവുമില്ല മണ്ണുമില്ലെങ്കിലും നീ എന്ത് ചെയ്യണം? നിസ്കാരം ഖളാക്കാനല്ല പറഞ്ഞ്, നിസ്കരിക്കാൻ. എടാ, നിന്നുകൊണ്ട് നിനക്ക് ഡ്രസ് ഉണ്ടെങ്കിൽ, വസ്ത്രമുണ്ടെങ്കിൽ നീ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കും. ഇല്ലേ, ഔറത്തു മറയ്ക്കാനുണ്ടോ, അതുകൊണ്ട് നിസ്കരിക്കും. ഇനി അതുമില്ലേ, നീ ഒന്നും വിടണ്ട, നിസ്കരിക്കും. എടാ, നിൽക്കാൻ പറ്റുമോ? നിന്നുകൊണ്ട് നിസ്കരിക്കും. ഇല്ലെങ്കിൽ ഇരിക്കും. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കും. ഇല്ലെങ്കിൽ കിടക്ക. കിടന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ലേ, കൈകാലുകൾ അനക്കിയിട്ടെങ്കിലും നിസ്കരിക്കുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നാലും നിസ്കരിക്കണ്ട എന്ന് അള്ളാഹു പറയുന്നില്ല. എന്നാലും ക്യാൻസറും ട്യൂമറും പിടിച്ചിട മലമൂത്ര വിസർജനം. നിങ്ങൾ നോക്ക്, നമ്മുടെ വീട്ടിൽ മൂത്രമൊഴിച്ചോണ്ട് നടക്കുന്നവരുണ്ട്. അവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? മൂത്രമൊഴിച്ചോണ്ട് മഴ വരെ പെയ്യുന്നു, അൽഹംദുലില്ലാഹ്. ക്യാമറ പിടിച്ചോണ്ടാ മഴ പെയ്യുന്നത്, അൽഹംദുലില്ലാഹ്. അപ്പൊ ഇന്നത്തെ സദസ് അള്ളാഹു സ്വീകരിച്ചതിന്റെ അടയാളമാ മഴ പൊടിയുന്ന, അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഓടാൻ തയ്യാറായിക്കല്ല, ഓടാൻ തയ്യാറ ഉസ്താദേ, കസേര എടുക്കണം, ഓടണം. എവിടെ ഓടാൻ? ഞാൻ എന്തായാലും നനയാൻ തീരുമാനിച്ചു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം കളിയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാൻ നമുക്ക് വല്ലാത്ത മടിയാ. എന്റെ ചെറുപ്പക്കാരാ, പള്ളിയിൽ പോകാൻ നിനക്കും മടിയല്ലേടാ? എങ്കിലും നീ എന്തേ ചിന്തിക്കാത്തത്? നിന്നെ പള്ളിക്കകത്ത് കൊണ്ടുവന്നിരുത്താനും അല്ലാഹുവിനറിയുമല്ലോ. നിസ്കാരപ്പായിലിരിക്കാനും മടിക്കുന്ന പെങ്ങള്, അവിടെ ഇരുത്തിയിട്ട് നിന്നെ കൊണ്ട് നിലവിളിപ്പിക്കാൻ അല്ലാഹുവിനറിയുമടി. എന്റെ വാപ്പമാരോട് പറയുകയാ, എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, 5 നേരം അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോയി നമസ്കരിക്കാൻ സമയമില്ലാത്തവര്, നീ പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങാതെ പള്ളിക്കകത്തിരുത്താൻ അല്ലാഹുവിന് കഴിയുമടാ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം നിനക്ക് വന്നാ, നിന്റെ പൊന്നാര മക്കൾക്കെങ്ങാളും ക്യാൻസർ വന്നാ, പള്ളിയിൽ നിന്നിറങ്ങുമോടാ, പള്ളിയിൽ നിന്നിറങ്ങുമോടാ. പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ക്യാൻസറോ ട്യൂമറോ വന്നാൽ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കിഡ്നി എങ്ങാണം അടിച്ചു പോയാ, പടച്ചവനെ പിന്നെ TV ഓണാക്കലില്ലല്ലോ, സീരിയല് കാണണ്ടല്ലോ. പടച്ചവനെ, നിസ്കാരപ്പായിലിരുന്ന് കരച്ചലാ കരച്ചലാ കരച്ചലാ. അല്ലാഹുവിന് അറിയുമടി പൊന്നുമോള്, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിന് കഴിയുമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, എടാ, പള്ളിക്കകത്ത് കേറാൻ മടിക്കുന്നവന് ഈ ഇലക്ഷനാണല്ലോ, സ്ഥാനാർത്ഥികളുടെ പുറകിൽ നടന്നുകൊണ്ട് വോട്ട് പിടിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് ളുഹറില്ലടാ, അസറില്ലടാ, മഗ്രിബില്ലടാ, ഇശാ ഇല്ലടാ. അല്ലാഹുവിന്റെ മുന്നിൽ എന്തു പറയുമടാ? അല്ലാഹുവിന്റെ മുന്നിൽ എന്തു പറയുമടാ? സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് ആകാശലോകത്ത് നിന്ന് മലക്കുൽ മൗത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ചാരത്ത് വരുമടാ. എന്നിട്ട് പറയും, വിളിക്കടാ. ഏത് രാഷ്ട്രീയക്കാരനെ വേണമെങ്കിലും വിളിച്ചോ, ഏത് സ്ഥാനാർത്ഥിയെ വേണമെങ്കിലും വിളിച്ചോ, ഏത് കൊലകൊമ്പനെ വേണമെങ്കിലും വിളിച്ചോ. കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بساق إلى ربك يومئذ المساق. ആരുണ്ടടാ രക്ഷപ്പെടുത്താൻ? ആരാടാ ചെറുപ്പക്കാരാ? മംഗലാപുരത്ത് വിവാഹം കഴിഞ്ഞ് 1ാമത്തെ രാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ മണിയറക്കകത്ത് കടന്നുപോയാ പൊന്നാര മകൾ എവിടെയാണെന്നറിയുമോ? പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്താടാ. ഒറ്റ രാത്രി കൊണ്ടാടാ കബറിലേക്ക് പോയത്. ആ പെണ്ണിന് ക്യാൻസർ ഇല്ലായിരുന്നു, ട്യൂമർ ഇല്ലായിരുന്നു, ഒരു തലവേദന പോലും ഇല്ലായിരുന്നു. പെട്ടെന്നാണ് മരിച്ചത്. ആ വീട്ടിൽ പോയവനാ ഞാന്. ആ പെണ്ണിന്റെ ഉപ്പയോട് സംസാരിച്ചവനാ.
മാപ്പളയുടെ കൂടെ മണിയറക്കകത്ത് കിടന്ന പെണ്ണ് പിറ്റേ ദിവസം പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്താ. ഇത്രയേ ഉള്ളടാ ചെറുപ്പക്കാരാ, പള്ളിയിൽ കേറാ മടിയാ, ജമാഅത്തായി നിസ്കരിക്കാൻ മടിയാ. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ അടുത്തുള്ളവന് പള്ളിയിലെ ജമാഅത്തുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു, അന്ധനാടാ, നിന്നെ പോലെ കാഴ്ചയുള്ളവനല്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പള്ളിയിൽ വരാൻ കഴിയുന്നില്ല നബിയേ. കാഴ്ചയില്ലാത്തത് കാരണം ആരുടെയെങ്കിലും സഹായമില്ലാതെ എനിക്ക് പള്ളിയിൽ വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ കൊണ്ടുവരാൻ ആളില്ലാതെ വരുമ്പോ ഞാൻ വീട്ടിൽ നമസ്കരിക്കട്ടെ നബിയേ, ഞാൻ വീട്ടിൽ നമസ്കരിക്കട്ടെ നബിയേ. റസൂലുള്ള ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ബാങ്ക് വിളിക്കുന്നത് കേൾക്കുമോ ഉമ്മ മക്തൂം? കേൾക്കും നബിയേ. എങ്ങനെ നിന്റെ വീടിന്റെ മുന്നിൽ ഒരു കയറ് കെട്ട്, അതിന്റെ മറുഭാഗം പള്ളിയിൽ കെട്ട്, എന്നിട്ട് ആ കയറിൽ പിടിച്ചെങ്കിലും നീ പള്ളിയിൽ വന്ന് നിസ്കരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സഹോദരാ, നമസ്കാരം മുടക്കരുത്, നമസ്കാരം മുടക്കരുത്. പെങ്ങളെ, ഒരുപാട് നമസ്കാരം കളയാക്കിയിട്ടുണ്ട്. മോളെ, ഓരോ വഖത്തിന്റെ കൂടെ നിസ്കരിക്കാൻ പഠിക്ക്, ഇനിയെങ്കിലും നീ നന്നാവ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ രാത്രി നമുക്കുള്ളതാ, ഈ രാത്രി അല്ലാഹു തരുന്ന അവസരമാ. അടുത്ത ബറാഅത്ത് വരെ നീ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. അസ്റായിലിന്റെ കയ്യിൽ ലിസ്റ്റ് കൊടുക്കുന്ന രാത്രിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഒരു വർഷക്കാലത്തെ അമലുകൾ മുഴുവനും മലക്കുകൾ കൊണ്ടുപോകുന്ന രാത്രിയാ. അതുകൊണ്ട് ഉറങ്ങല്ലേ, സമയം പാഴാക്കല്ലേ. ഇന്നത്തെ രാത്രി ഇബാദത്ത് ചെയ്യടേ. അല്ലാഹ് ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ഇന്നത്തെ രാത്രി കഴിവിന്റെ പരമാവധി എല്ലാവരും ഇബാദത്ത് ചെയ്യണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ നാളെ പരലോകത്ത് വരുമ്പോ ഔറത്ത് മറച്ചുകൊണ്ട് കടന്നു വരാം. രണ്ട്, ഈമാനുള്ള മരണം അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദുആ ചെയ്യാം. മഴ പെയ്യുന്നു, എന്നെ മഴ പെയ്യുകയോ പെയ്യാതിരിക്കുകയോ അതല്ല വിഷയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയം 11:15. രാവിലെ എല്ലാവർക്കും എഴുന്നേൽക്കണം, ഇടയത്താഴം കഴിക്കണം. സംഘാടകർ നിങ്ങളുടെ കയ്യിൽ ഒരു കവറ് തരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് ആ കവറിൻ്റെ അകത്തൊരു ഹദിയ വെക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഹദിയ വെച്ച് നാളെ തങ്ങളവറുകൾ ദുആ ചെയ്യുന്ന സദസ്സിൽ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് കൊടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തൂടെ? നമുക്ക് ദുആ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് എന്താ പറയണത്? ദുആ ചെയ്തൂടെ? ചെയ്യോ ഇല്ലേ? ചെയ്യാം ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനാ. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നു, വഅദിന്റെ സദസ്സിൽ വന്നിട്ട് മദ്രസ പണിയുന്നതിന് വേണ്ടി ഒരല്പം സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ പിരിവ് നടത്തി. നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നൽകി. അൽഹംദുലില്ലാ. എൻ്റെ വസ്തു വാങ്ങിയില്ലേ? എത്ര സെന്റ്? 9 സെന്റ് സ്ഥലം നിങ്ങളെല്ലാവരും കൂടെ സഹായിച്ചിട്ട് വാങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു മദ്രസ പണിയണം. അവിടെ ഒരു മദ്രസ പണിയണം. അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസ പണിയണം. അൽഹംദുലില്ലാ. അള്ളാഹു ഇവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എന്ത് പ്രതിഫലമെന്നറിയുവോ? നമ്മളെല്ലാവരും മദ്രസയിൽ പഠിച്ചവരാ. രാവിലെ മദ്രസ തുടങ്ങുന്നത് ഫാത്തിഹ ഓതിയിട്ടാണ്. രാവിലെ മദ്രസ തുടങ്ങുന്നത് ഫാത്തിഹ ഓതിയിട്ട. അവസാനം അവിടെ നിന്ന് പിരിയുന്നത് 3 സ്വലാത്ത് പറഞ്ഞിട്ടാ പിരിയുന്നേ. എല്ലാ ദിവസവും നമ്മുടെ ഖബറിലേക്ക് വരും. എല്ലാ ദിവസവും നമ്മുടെ ഖബറിലേക്ക് വരും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൊടുത്തൂടെ? ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് അടുത്തിട്ട് ദുആ ചെയ്യാം. എഴുന്നേറ്റ് വാ, ഇങ്ങോട്ട് എഴുന്നേറ്റ് ദുആ ചെയ്യാൻ. ഇറങ്ങി ഓടാൻ പറ്റുന്ന വാ.
പെട്ടെന്ന് പുറത്തു നിൽക്കണ ചങ്ങാതി അവിടെ നിന്നാലും നനയും, സ്വർഗത്തിൽ നിന്നാലും നനയും. പുറത്തു നിന്ന് നനഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പനി പിടിക്കും. സ്വർഗത്തിൽ നിന്ന് നനഞ്ഞ പാപം പൊറുക്കും. എന്ത് വേണോ തീരുമാനിക്കും. ബാബ പെട്ടെന്ന് വാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇങ്ങോട്ട് കേറിക്കോ. ഓടരുത്, ആരും ഓടരുത്. നനയണമെങ്കിലും നനഞ്ഞോ. അള്ളാഹു ഇന്നത്തെ രാത്രി നമ്മുടെ പാപം പുറത്തു തരും. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട രാത്രിയ, മരണത്തിന്റെ ലിസ്റ്റ് കൊടുക്കുന്ന രാത്രിയ. അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന രാത്രിയ. ഈ രാത്രി അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകണം, നമുക്ക് ആഫിയത്ത് നൽകണം, നമുക്ക് അള്ളാഹു നല്ല മരണം നൽകണം. അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് പെടണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഉസ്താദെ, ഈ മദ്രസയുടെ പണി തുടങ്ങുമ്പോൾ ഈ സദസ്സിനെ സാക്ഷി നിർത്തിയിട്ട് ശഅബാൻ 15-ന്റെ ബറാഅത്ത് രാവിൽ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉസ്താദെ, ഈ മദ്രസയുടെ പണി തുടങ്ങുമ്പോൾ ഒരു ലോഡ് കല്ല് ഞാൻ വാങ്ങിക്കൊടുക്കാം. 5000 രൂപ വേണ്ട, 3800 രൂപ അല്ലേ? 3800 രൂപ ഒരു ലോഡ് കല്ലിന്. ഉസ്താദെ, അള്ളാഹു എനിക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയ, എനിക്ക് മരിക്കുമ്പോ സ്വർഗം കണ്ടു മരിച്ചാ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ വാങ്ങിക്കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കണം. അൽഹംദുലില്ലാഹ്, ഒന്ന് നല്ല പൊക്കണം. ഞാൻ മഴ നനഞ്ഞ് നിങ്ങൾക്ക് ദുആ ചെയ്യും. 1 2 3 4 5 6 7 8. അൽഹംദുലില്ലാഹ് 8 പേര്, 2 പേര് കൂടെ വേണം. ആരാ? അൽഹംദുലില്ലാഹ് 9 10 ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ 10 പേരും ആരാണെന്ന് എനിക്കറിയില്ല തമ്പുരാനെ. നീയാണ് തെരഞ്ഞെടുത്തത്, നീയാണ് തെരഞ്ഞെടുത്തത്. ഇവരെ നീ സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാഹ്. മഴ പെയ്യുന്ന രാത്രിയാ അല്ലാഹ്, ശഅബാനിന്റെ ബറാഅത്ത് രാവാ അല്ലാഹ്. ഈ 10 പേർക്കും നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. ക്യാൻസർ പോലെ ഏതെങ്കിലും രോഗം ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാഹ്. ഈമാൻ നിലനിർത്തണേ അല്ലാഹ്. 10 പേര് ഇൻഷാ അല്ലാഹ്. ആരാ? അതൊക്കെ അവിടെ നടക്കട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, ഇതിനാ പേടിക്കണേ മോനെ. ഇന്നത്തെ രാത്രി അള്ളാഹുവിന്റെ മുന്നിൽ ഒരു കൊല്ലത്തെ അമല് കൊണ്ടുപോകുമ്പോ ഒരു സദഖ ഉണ്ടാകണം. നിനക്ക് രക്ഷപ്പെടാൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു സദഖ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. 10 പേര്. ആരാ? ഉസ്താദെ, ഒരു ലോഡ് കല്ല് ഞാൻ വാങ്ങിക്കൊടുക്കാം. 3800 രൂപ. എത്രയോ ലക്ഷങ്ങൾ ഇലക്ഷന് ചെലവഴിക്കുന്നു. ആരാ? അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ ഒരാൾ കൂടെ. ആരാ? ഒന്ന് കൈപൊക്ക്. അൽഹംദുലില്ലാഹ് 11. ഇനി ആരാ ഉള്ളേ? അല്ലാഹുവേ, ആ പൊന്നുമോന് നീ സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആ ഉയർത്തിയ കൈ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 11. ഇനി ആരാ ഉള്ളേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് ഇപ്പോഴൊന്നും വേണ്ട, അതിന്റെ പണി തുടങ്ങുന്ന സമയത്ത് കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. 11. ആരാ? 12ാമത്തെ ആള്? ഇൻഷാ അല്ലാഹ് ഒന്ന് കൈവക്കണം. ഉസ്താദെ, ഒരു ലോഡ് കല്ല്. അൽഹംദുലില്ലാഹ് ഒരു പൊന്നുമോൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ 12 13 അനുഗ്രഹിക്കണേ അല്ലാഹ്. പാപങ്ങളാ അല്ലാഹ്. സമ്പന്നന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട് റബ്ബേ, മനസ്സില്ല തമ്പുരാനെ, മനസ്സില്ല തമ്പുരാനെ. അല്ലാഹുവേ, ഒരു വർഷം റൂഹ് പിടിക്കാറുള്ളവരുടെ ലിസ്റ്റ് കൊടുക്കുന്ന രാത്രിയാ അല്ലാഹ്. ഈ 13 പേരുടെയും പേരതിനകത്ത് വരുത്തല്ലേ അല്ലാഹ്. ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, 100 കണക്കിന് പെണ്ണുങ്ങളുണ്ട് റബ്ബേ. ഒരാളെയെങ്കിലും നീ തെരഞ്ഞെടുക്കണേ അല്ലാഹ്. ഒരാളെയെങ്കിലും നീ തെരഞ്ഞെടുക്കണേ അല്ലാഹ്. ഈ 13 പേരെയും നീ ഏറ്റെടുക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹ് 13 പേരായി ഇൻഷാ അല്ലാഹ്. 30 ലോഡ് കല്ല് വേണം. എനിക്ക് 15 മതി, പകുതി. ഞാൻ അതുകൊണ്ടായിരിക്കുന്നത് ഒരു 2 ലോഡ് കൂടെ ആയാൽ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ബഡ്ജറ്റ് കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. ഒരാൾ അൽഹംദുലില്ലാഹ്. അബ്ബാസക്ക 1 ലോഡ്. അൽഹംദുലില്ലാഹ്
ഒരു ലോഡ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്താ മോനെ പേര്? അപ്പൊ അൽഹംദുലില്ലാഹ് 15ആയി. നിങ്ങളുടെ പേരെന്തോ? ഗഫൂർ. എന്തോ ആവട്ടെ, അൽഹംദുലില്ലാഹ്. 16 കുലൂ തക്ബീർ. ബദരീങ്ങള് 313 ബദറിലെ സഹാബത്തില്ലെങ്കിൽ നമ്മളില്ല. ബദരീങ്ങളെ പിടിച്ചാൽ രക്ഷപ്പെടും. ആരാ? ഒരാൾ. 16 പേരായി. ആരാ? ബദരീങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹുവേ ഒന്ന് കൈപൊക്ക് ഉസ്താദ്. അൽഹംദുലില്ലാഹ്. വലത് കൈപൊക്കാക്ക, വലത് കൈപൊക്കറോ. അൽഹംദുലില്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവരെ, എല്ലാവരും ഒരു ലോഡ് വെച്ച് കൊടുക്കുമ്പോ ബദരീങ്ങളെ ഇഷ്ടപ്പെടുന്ന സഹോദരനാണ് ഉസ്താദേ. എന്റെ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ പോകണം. അല്ലാ, 2 ലോഡ് സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഈ 17 പേര് പടച്ചവരെ, ഇവർക്ക് അല്ലാഹുവിന്റെ മുന്നിൽ അമലുകൾ കൊണ്ടുപോകുമ്പോ ഇത് ജാരിയായ സദഖയാക്കണേ അല്ലാ. ഉസ്താദേ, സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ല, സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ല. ഉസ്താദേ, എന്റെ മക്കളെ മറന്നുപോയാൽ ഈ മദ്രസയിൽ പഠിക്കാൻ തുടങ്ങുമ്പോ ഒരു ഫാത്തിഹ ഓതുമല്ലോ, 3 സ്വലാത്ത് പിരിയുമ്പോ പറയുമല്ലോ, എന്റെ ഖബറിലേക്ക് വരുമല്ലോ, എന്റെ ഖബറിലേക്ക് വരുമല്ലോ. അല്ലാ, ഈമാൻ നൽകണേ അല്ലാ. 18 പേര് കുലൂ തക്ബീർ. മഴയൊക്കെ വരും പോകും, നമുക്കത് വിഷയമില്ല. നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞിട്ടേ ഇന്ന് മഴ പെയ്യത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഈ പരിപാടി മുടക്കിയിട്ട് അല്ലാഹ്ക്കൊന്നും നേടാനില്ല. ഈ രാത്രി മഴ പെയ്തത് മുടക്കിയിട്ട് പിന്നെ എന്തിനാ മഴ പെയ്തത്? ദുആഇന്റെ സമയത്ത് മഴ പെയ്താൽ ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ ദുആഇക്ക് ഇജാബത്തുണ്ട്, അതുകൊണ്ടാ മഴ പെയ്യണേ. അൽഹംദുലില്ലാഹ്. മരണപ്പെട്ടു പോയ ഉപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 1 ലോഡ് കല്ല്. അൽഹംദുലില്ലാഹ്. 19. അല്ലാഹു ആ ഉപ്പാടെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ കവാടം അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. ആ ഉപ്പയെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകനായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 19 ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഉസ്താദിന്റെ വകയായിട്ട് 1 ലോഡ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ. അല്ലാഹുവേ നീ പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ ആ മുഖത്ത് കണ്ട ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകനാക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 20 ലോഡ് കുലൂ തക്ബീർ. റക്കബറ കുലൂ തക്ബീർ, കുലൂ തക്ബീർ. ഇൻഷാ അല്ലാഹ്. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ഒരു സഹോദരൻ കൂടെ 21. എന്താ പേര്? അവിടെ ഒരു ഉപ്പായും കൂടെ. അൽഹംദുലില്ലാഹ്. 22. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, പടച്ചവനെ, ആ 2 പിതാക്കന്മാരെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ആ ഉയർത്തിയ കൈ മരിക്കുവോളം ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ തമ്പുരാന്. പടച്ചവരെ, മദ്രസയ്ക്ക് വേണ്ടി തന്നവരാ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് നിന്റെ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് വിരുന്നിന് വിളിക്കണേ അല്ലാ. ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. താത്താമാരൊക്കെ ഇരുന്നില്ലേ? ഇരുന്നെല്ലാണ് ഇൻഷാ അല്ലാഹ്. നാളെ പരലോകത്ത് നിൽക്കേണ്ടി വരും. ആമിന. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹുടെ പരലോകത്ത് എത്ര നിൽക്കേണ്ടി വരും? വോട്ട് ചെയ്യാൻ വേണ്ടി എത്ര മണിക്കൂർ നിനക്ക് നിൽക്കാൻ കഴിയും? നീ 10 മിനിറ്റ് പ്രായമുള്ള ഉപ്പമാര് വരെ ഇവിടെ നിൽക്കുമ്പോ നിന്റെ അടുത്ത് പ്രായമുള്ള ഉമ്മമാർ, അല്ലാഹുവേ, ഈ സദസ്സിൽ ആരൊക്കെ നിൽക്കുന്നുണ്ടോ അവരെ നീ നരകത്തിലിട്ട് കരിക്കല്ലേ റഹ്മാനെ. ചെമ്പിന്റെ തറയിലിട്ട് നീ ഉരുക്കല്ലേ തമ്പുരാനെ. ഈ സദസ്സിൽ ഏത് പെണ്ണ് നിൽക്കുന്നുണ്ടോ ആ പെണ്ണിന് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. ഇനി ഇരിക്കണോ നിൽക്കണോ എന്ന് നീ തീരുമാനിക്കും ഇൻഷാ അല്ലാഹ്. 32 ലോഡ് 28 എത്രയായി? 32 ലോഡായി. അൽഹംദുലില്ലാഹ്. 22 ലോഡായി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ? 22 ആയി. ഇനി ആരെങ്കിലും ഉണ്ടോ? 1 ലോഡ് കൂടെ എനിക്ക് വേണം ഇൻഷാ അല്ലാഹ്.
ഒരു ലോഡ് കൂടെ അൽഹംദുലില്ലാ, ഒരു ലോഡ് കൂടെ വേണം. ദാ ആ ഉപ്പ അൽഹംദുലില്ലാ, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആ ഉപ്പയ്ക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. നല്ല മരണം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടു പോയ ഉമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നതിന് വേണ്ടി, ഉപ്പയുടെ രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മകൻ 8 ലോഡ് കല്ല് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ചവനെ, ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗ്ഗം കിടക്കുന്നത്. ആ പെറ്റുമ്മ ഖബറിലാ അല്ലാ. ആ ഉമ്മയുടെ ഖബർ നീ സ്വർഗ്ഗമാക്കണേ അല്ലാ. മണ്ണറ മണിയറയാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉപ്പയുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ, മദ്രസ പഠിക്കുന്നതിന് വേണ്ടി 8 ലോഡ് കല്ല് സദക്ക ചെയ്തവനാ അല്ലാ. ആ പാവപ്പെട്ടവന്റെ ജീവിത മാർഗത്തിൽ നീ ബർക്കത്ത് നൽകണേ തമ്പുരാന്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ റബ്ബേ. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ലോഡ് കല്ലിന്റെ കാര്യം കഴിഞ്ഞു, ഇനി സിമെന്റ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, കല്ല് കഴിഞ്ഞു, ഇനി സിമെന്റ് ആണ്. സഹോദരിമാരെ, നിങ്ങളൊക്കെ ഒന്ന് മനസ്സ് വിചാരിച്ച, അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണണം. എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് പറഞ്ഞാ പോരാ, എനിക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഈ മദ്രസ പണിയുന്നതിന് വേണ്ടി അൽഹംദുലില്ലാ ഒരു സ്വർണ്ണമൂരി ഇപ്പൊ കൊടുത്തുവിടണം. സംഘാടകരിപ്പോ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, അൽഹംദുലില്ലാ, എൻ്റെ പ്രിയ കൂട്ടുകാരൻ്റെ സഹോദരി പാവപ്പെട്ടവള. അവരുടെ വീട് വളരെ ചെറിയ ഒരു വീടാ. ഉസ്താദെ, മദ്രസയ്ക്ക് വേണ്ടിയല്ലേ തൻ്റെ ചെവിയിൽ കിടന്ന ഒരു ജോഡി കമ്മൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ അല്ലാഹ്, ഒരുപാട് സ്വർണ്ണമിട്ട പെണ്ണുങ്ങളുണ്ട് തമ്പുരാന്. ഗൾഫുകാരന്മാരുടെ ഭാര്യമാരുണ്ട് തമ്പുരാന്. പടച്ചവനെ, ലോക്കറിൽ സ്വർണം വെച്ചിരിക്കുന്നവരുണ്ട് തമ്പുരാന്. അല്ലാഹുവേ, ആകെയുള്ള ചെവിയിൽ കിടന്ന കമ്മലൂരി തന്നിരിക്കുന്നു റബ്ബേ. മറക്കല്ലേ അല്ലാ, മറക്കല്ലേ അല്ലാ. മരണപ്പെട്ടു പോയ പിതാവിന്റെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ പെങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ വളർച്ചയില്ലാത്ത ഒരു കുഞ്ഞുണ്ട് റബ്ബേ. അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ. നീ സമാധാനം നൽകണേ അല്ലാ. ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. പടച്ചവനെ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യ ഗർഭിണിയാണ്. സ്വാലിഹായ സന്താനത്തിന് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ സ്വർണം ഏത് ശരീരത്ത് കിടന്നോ ആ ശരീരത്തെ നീ അറുത്തു മുറിക്കല്ലേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. ഞാൻ ദുആ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദെ, ഒരു ചാക്ക് സിമെന്റിന് 400 രൂപയാകും അല്ലേ? അപ്പൊ 2 ചാക്കായപ്പോ 800. ഇൻഷാ അല്ലാഹ് ഉസ്താദെ, ഈ മദ്രസയുടെ പണി നടക്കുമ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നത് 5 ചാക്ക് സിമെന്റ് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കാം. അൽഹംദുലില്ലാ, മരണപ്പെട്ടു പോയ വെല്ലിപ്പയുടെ പേരിൽ ദുആ ചെയ്യാൻ 10 ചാക്ക് സിമെന്റ്. നിങ്ങൾ പേടിക്കണ്ട, മഴ ഒന്നും പെയ്യൂല. നിങ്ങളൊക്കെ നോക്കിക്ക്, ഇവിടെ നിന്ന് വീട്ടിൽ പോയതിന് ശേഷം പെയ്താലേ ഉള്ളൂ. അള്ളാഹു ഈ നിലനിർത്തി തരുമാറാകട്ടെ. 10 ചാക്ക് സിമെന്റ് അല്ലാഹ്. അൽഹംദുലില്ലാ, ദാ ഉപ്പ 10 ചാക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവരെ, വെല്ലുപ്പയുടെ ഖബർ സ്വർഗ്ഗമാകാൻ 10 ചാക്ക് സിമെന്റ് ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ പാവപ്പെട്ട ഉപ്പറപ്പേ 10 ചാക്ക് സിമെന്റ് സദക്ക ചെയ്തിരിക്കുകയാണ്. കൈവിടല്ലേ നാഥാ, കൈവിടല്ലേ നാഥാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. 20 ചാക്ക് സിമെന്റായി. ആരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ് ഇനി ഒരു 5 ചാക്ക് ഉണ്ടാവും. അൽഹംദുലില്ലാ, 5 25 30. അൽഹംദുലില്ലാ. ഇനി ആരാ?
30 ഇൻഷാ അല്ലാഹ് ഒരു 5 ചാക്ക് സിമന്റ് ഉസ്താദെ ഞാൻ കൊടുത്തേക്കാം. 30 ഇൻഷാ അല്ലാഹ് ഒരു 5 കൂടെ അൽഹംദുലില്ലാ. ഇനി ആരുണ്ട്? ഇൻഷാ അല്ലാഹ് ദാ സഹോദരൻ അൽഹംദുലില്ലാ 5 ചാക്ക് സിമന്റ് 35. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ, അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ, ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ 35 ചാക്ക്. 350 ആണെങ്കിൽ ഞാൻ എൻ്റെ കിഡ്നി ഒരെണ്ണം ഊരിത്തരാം. അപ്പൊ നാളെ വരുന്ന ഉസ്താദ് ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു യാസീൻ ഓതണം. എല്ലാവരും പോയിരുന്ന് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാന്ന് നമ്മൾ പറഞ്ഞതാ. പോയിരിക്ക്. നമ്മൾ ഇത്രയും പേര്, എന്തായാലും ഒരു 1000 പേരുണ്ട്, ഒരു 500 1000 പേര് കാണും ഇൻഷാ അല്ലാഹ്. 1000 യാസീനായി. സമയമില്ലാത്തവർ പൊക്കോ, എല്ലാവരും ഇരിക്ക്. ഇലാ ഹദ്റത്ത് റൂഹി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. തൻസീലുൽ അസീസിർ റഹീം. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലഖദ് ഹഖൽ ഖൗലു വലാ അക്സരീൻ ഫഹും ലാ യുഅ്മിനൂൻ. ഇന്നാ ജഅൽനാ ഫീ അഗ്നാഖിഹിം അഗ്ലാലൻ ഫഇലൽ അദ്കാനി ഫഹും മുക്മഹൂൻ. വജഅൽനാ മിൻ ബൈനി അയ്ദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശയ്നാഹും ഫഹും ലാ യുബ്സിറൂൻ. وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون. وإن نغرقهم فلا صريخ لهم ولا هم ينقذون.
إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق فلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب فلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الله സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഇതിൻ്റെ സവാബ് നമ്മുടെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അള്ളാഹു അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. ഈ യാസീനിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളുടെ ഇന്നത്തെ ഈ മജ്ലിസിലെ ദുആ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ 35 ചാക്ക് സിമൻ്റായി. അൽഹംദുലില്ലാ
ഒരു സഹോദരൻ സലീം എന്ന് പറയുന്ന സഹോദരൻ ഒരു 10 ചാക്ക് സിമെന്റ് നൽകിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ എല്ലാവിധ ഹൈറും ബറക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം 45 ചാക്ക് സിമെന്റായി. 5 കൂടെ ഉണ്ടെങ്കിൽ 50. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5 ചാക്ക് സിമെന്റ് കൊടുക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്ക ദുആ ചെയ്യാൻ പോവാം ഇൻഷാ അല്ലാഹ്. അവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഒരു സഹോദരൻ 20 ചാക്ക് സിമെന്റ് അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അൽഹംദുലില്ലാഹ് 50, 60, 70 ആയി. ഇൻഷാ അല്ലാഹ് ഇനി ആരെങ്കിലും ഉണ്ടോ? മുസ്തഫ, നീ എത്ര ചാക്ക് സിമെന്റ് കൊടുക്കും? മുസ്തഫ യൂസുഫ് അലിയുടെ ഒക്കെ അടുത്ത ആൾക്കാരല്ലേ? അൽഹംദുലില്ലാഹ് പാവപ്പെട്ടവന് നല്ല ദീനിനെ ഇഷ്ടപ്പെടുന്ന സഹോദരനാ. 50 ചാക്ക് മതിയോ? ഇൻഷാ അല്ലാഹ് 50 ചാക്ക് സിമെന്റ് മുസ്തഫയുടെ വകയായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. പുതിയ വീടൊക്കെ വെച്ചു താമസം തുടങ്ങി വരാത്തതിൻ്റെ പരാതിയില്ല. അള്ളാഹു ആ വീടിനകത്ത് സന്തോഷവും സമാധാനവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാലിഹായ സന്താനങ്ങളെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ് 70ഉം 50ഉം എത്രയായി? 120 ചാക്ക് സിമെന്റായി. ഇൻഷാ അല്ലാഹ് ഉസ്താദ് സ്വർഗത്തിൽ പോന്നോ? ഞാൻ പറഞ്ഞ ഇത്തിരി കൂടുതൽ. സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാണ്. ഉസ്താദ് 33 കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തുമാറാകട്ടെ. അൽ ഉലമാ വറസത്തുൽ അംബിയ അല്ലാഹു പെടുത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഇൽമിൽ അല്ലാഹു വിശാലത നൽകുമാറാകട്ടെ. അപ്പം 120ഉം 33ഉം 53. ഇൻഷാ അല്ലാഹ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു 4 ചാക്ക് സിമെന്റ് നദീർ അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ആഗ്രഹങ്ങൾ സാധിപ്പിക്കൊടുമാറാകട്ടെ. അപ്പം 53ഉം 4ഉം 57. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടോ? ഒരു 2 ചാക്ക് സിമെന്റ് അൽഹംദുലില്ലാഹ്. എന്താ ഹൈദരാജിയിലെ 5 ചാക്ക് സിമെന്റ് അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാ. നേരത്തെ 10 പറഞ്ഞു, ഇപ്പം 5ഉം കൂടെ ആയി. അൽഹംദുലില്ലാഹ് 2 അൽഹംദുലില്ലാഹ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. 2ലൂടെ കല്ലുകൂടെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവിടെ ഒരാൾ കൈവക്കിയില്ലൂടെ റിയാസ് 2 ചാക്ക്. അപ്പം അൽഹംദുലില്ലാഹ് 57ഉം 5ഉം 62, 64ആയി. അൽഹംദുലില്ലാഹ് 1 ചാക്ക് സിമെന്റ് വേണം. അള്ളാഹു ഏകനല്ലേ? ഇബ്രാഹിം ഉസ്താദിന്റെ വകയായിട്ട് 2 ചാക്ക്. ഇതിന്റെ പ്രസിഡന്റ് ആരാപ്പ ഇവിടുത്തെ പള്ളിയിൽ? നേരത്തെ പറഞ്ഞ് രക്ഷപ്പെട്ടു. സെക്രട്ടറി ആരാപ്പ? എല്ലാരും പോയി, ഇപ്പൊ ആരും ഇല്ലപ്പാ. അപ്പൊ അൽഹംദുലില്ലാഹ് 166 ചാക്ക് സിമെന്റായി. അൽഹംദുലില്ലാഹ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആരെങ്കിലും പോണുണ്ടോ സ്വർഗത്തിൽ? ഇൻഷാ അല്ലാഹ്. എന്റെ ഉമ്മമാരെന്തേ ഒരു മൈൻഡില്ലാത്ത? 1 ചാക്ക് സിമെന്റ് 400 രൂപയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഉസ്താദെ അള്ളാഹു ആയുസ് തന്നാൽ ഈ മദ്രസയുടെ പണി നടക്കുമ്പോൾ 1 ചാക്ക് സിമെന്റ് ഞാൻ വാങ്ങിക്കൊടുക്കാം. ഈ നല്ല രാത്രിയിൽ ഒരു നല്ല നീയത്തെടുക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കുക. 1 ചാക്ക് സിമെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ മനസ്സുള്ള ഉണ്ടാ? ഇത്രയും പെണ്ണുങ്ങളുടെ ഇടയിൽ കൈവക്കിയൊരു താത്താനെ നീ കണ്ടോ ആമിന? 400 രൂപ എടുക്കാൻ നിന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല, അള്ളാഹിക്ക് നിന്റെ പണം വേണ്ടാത്തതുകൊണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഒരു സഹോദരൻ അൽഹംദുലില്ലാഹ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഒരു സഹോദരൻ 5 ചാക്ക് സിമെന്റ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് എഴുതിയ ലിസ്റ്റ് ഉണ്ട്, അത് വരാൻ. അൽഹംദുലില്ലാഹ് ഒരു സഹോദരൻ, പേര് പറയാത്തൊരു സഹോദരൻ 50,000 രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ പടച്ച റബ്ബേ, എന്റെ പേര് പറയില്ലേ ഉസ്താദേ, അല്ലാഹു മാത്രം അറിഞ്ഞാ മതി. 50,000 രൂപ മദ്രസ പഠിയാൻ സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ആഗ്രഹങ്ങൾ
സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഈമാനുള്ള മരണം നൽകണേ അല്ലാ. പടച്ചവനെ പടച്ചവനെ ഇതിനു വേണ്ടി സദക്ക നൽകിയോ, പടച്ചവനെ 170 ചാക്ക് സിമന്റ് സദക്ക ചെയ്തവരാ റഹ്മാനെ, കൈവിടല്ലേ റബ്ബേ, നീ അവരെ ഏറ്റെടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ 2,500 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. സുനീർ ദുആ ചെയ്യുന്നതിന് വേണ്ടി 6,666 രൂപ. സൗദിയിലാണ്, അള്ളാഹു പ്രവാസിയാണ്. ജീവിത മാർഗത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ സിമന്റ് ഏകദേശം ആയില്ലേ? പകുതിയോളമായി. ബാക്കി പകുതി നാളെ ഷമീർ ദാരി ഉസ്താദ് നോക്കിക്കോളൂ ഇൻഷാ അല്ലാഹ്. നമുക്ക് ദുആ ചെയ്തൂടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ സന്തോഷം അല്ലേ? മൈക്കസുകാറ്റ് ചാടി എഴുന്നേറ്റ് ഇതൊക്കെ പിടിച്ച് വെച്ച് വെറുതെ നിന്റെ ജീവിത മാർഗമല്ലേ, കറണ്ട് അടിക്കണ്ട. ശരി, ക്യാമറമാൻ ഉറങ്ങിയോടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്ന് രാത്രി ഞാനൊരു ദിക്റ് പറഞ്ഞു തരാം. ഏറ്റവും കുറഞ്ഞൊരു 100 പ്രാവശ്യം പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയുവോ? പറഞ്ഞാൽ രക്ഷപ്പെടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പറ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബിയുടെ ചരിത്രം എടുത്തു നോക്ക്. യൂനുസ് നബി ഒരു മീന്റെ വയറ്റിൽ കിടന്ന പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യൂനുസ് നബി അലൈഹിസ്സലാം ആ മീനിന്റെ വയറ്റിൽ കിടന്ന് ആ ദിക്റ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അവിടെ കടക്കേണ്ടി വരുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാം ആ മീനിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ദിക്റ് ഏതാ? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്റ് യൂനുസ് നബി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ മീനിന്റെ വയറ്റിൽ കിടക്കേണ്ടേ. പക്ഷെ അത് പറഞ്ഞതിന്റെ പേരിൽ 40 ദിവസം കഴിഞ്ഞപ്പോൾ ആ മീൻ തന്നെ കരയിൽ കൊണ്ടുവന്ന് തുപ്പിയിട്ടിട്ട് പോയി. അപ്പൊ ആ മീനിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ നിന്ന് പറഞ്ഞിരുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇന്ന് രാത്രി 100 വട്ടം പറയാതെ ഒരൊറ്റ മനുഷ്യനും ഉറങ്ങരുത്. നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എൻ്റെ പ്രസംഗത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പറയുന്നതല്ലല്ലോ ആയിഷ. പ്രസംഗിക്കുമ്പോൾ എടി പോടി എന്ന് വിളിക്കുന്നത് നിങ്ങൾ ആരോടും ദേഷ്യമുള്ളത് കൊണ്ടല്ല. ഞങ്ങളുടെ നാടിൻ്റെ ഭാഷ എങ്ങനെ ആയിപ്പോയി, ഇടയിലത് വന്നു പോകുന്നതാ. എന്നെക്കാളും പ്രായമുള്ളവരാ നിങ്ങൾ. നീ എന്നൊക്കെ വിളിക്കുന്നത് നിങ്ങളോട് ഇഷ്ടം കൊണ്ടല്ല, അത് വെറുപ്പ് കൊണ്ടല്ല, അത് സംസാരത്തിൻ്റെ ഇടയിൽ വന്നു പോകുന്നതാ. നിങ്ങൾ പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. അള്ളാഹുടെ മുന്നിൽ തൗബ ചെയ്യാം. നമ്മൾ അള്ളാന്റെ അടിമയല്ലേ? അല്ല നമ്മുടെ യജമാനനല്ലേ? യജമാനന്റെ മുന്നിൽ യാചിക്കുമ്പോൾ ഇരിക്കുന്നതിനേക്കാളും നല്ലത് നിൽക്കുന്നതല്ലേ? അപ്പൊ അത് വായിച്ച് എഴുന്നേക്കെല്ലാരും ഇൻഷാ അല്ലാഹ്. അള്ളാഹുടെ മുന്നിൽ യാചിക്കുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നിൽ പോയി കാലിന്റെ മുകളിൽ കാലും കയറ്റി ഇരുത്തിയിട്ട് എനിക്ക് ഒപ്പിട്ട് തരാൻ പറഞ്ഞാൽ ഓം പോലും ഒപ്പിട്ട് തരത്തില്ല. മെമ്പറിന് പോലും ഭയങ്കര പവറാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുക. പുറത്തേക്കണവരൊക്കെ ഇങ്ങോട്ട് കയറി ദുആ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇനി ഇതിപ്പോ മൈക്ക് സെറ്റൊക്കെ എടുത്ത് അത്ര നേരം കൂടെ കളയണ്ട. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാലോ ഉസ്താദ്. സുഖമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരുന്നോളി ഇൻഷാ അല്ലാഹ്. എൻ്റെ സഹോദരിമാര് ഒരുപാട് പേര് തന്നിട്ടുണ്ട്. മുസ്തഫ നാളെ വായിച്ചാൽ പോരെ ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും ഒരു ചാക്ക് സിമെന്റിന്റെ പൈസ നാളത്തെ കവറിൽ കാണണം. നാളത്തെ കവറിന്റെ അകത്ത് ഒരു ചാക്ക് സിമെന്റിന്റെ പൈസ ഇട്ട് നിന്റെ ആഗ്രഹം എഴുതി ഇൻഷാ അല്ലാഹ് സദസ്സിൽ കൊടുക്കണം. നാളെ ബഹുമാനായ ഷമീർ ദാരിമി ഉസ്താദ് നല്ല മനോഹരമായ രീതിയിൽ വഅദ് പറയും. നല്ല ശബ്ദമാണ്. നിങ്ങളെ കൂട്ടുകാരാ, നല്ല രീതിയിൽ നിങ്ങളൊക്കെ വരണം. സയ്യിദ് അവറുകളുടെ ദുആയുമുണ്ട്, അഹ്ലു ബൈത്തിന്റെ ദുആയ. അല്ലാഹു സദസ്സിൽ പങ്കെടുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة.
അർഹമുറഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഇരുന്നതും നിന്നതുമെല്ലാം നീ ഒരു സ്വാലിഹായ അമലാക്കണേ അല്ലാ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നീ ഇഷ്ടപ്പെടാത്ത ഒരാള് പോലും ഈ സദസ്സിലില്ല അല്ലാ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ അല്ലാ. ഇത് ശഅബാനിന്റെ 15ാമത്തെ രാത്രിയാ അല്ലാ. ഒരുപാട് മഹത്വമുള്ള രാത്രിയാ അല്ലാ. നിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാ അല്ലാ. മുത്തുനബിക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുത്ത രാത്രിയാ അല്ലാ. നീ നരകമോചനം കൊടുക്കുന്ന രാത്രിയാ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാ. അറിഞ്ഞ് ചെയ്തത്, അറിയാതെ ചെയ്തത്, ഒറ്റയ്ക്ക് ചെയ്തത്, കൂട്ടമായി ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, പടച്ചവനെ അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. പടച്ചവനെ, ഇനി ഞങ്ങൾ ചെയ്യില്ല റബ്ബേ. ചെയ്തു പോയതിൽ ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് റഹ്മാനെ. ഞങ്ങളിൽ വ്യഭിചരിച്ചവരുണ്ട് റബ്ബേ, കള്ളു കുടിച്ചവരുണ്ട് റബ്ബേ, പലിശ തിന്നവരുണ്ട് റബ്ബേ, മോശമായത് ചെയ്തവരുണ്ട് റബ്ബേ, നിസ്കരിക്കാത്തവരുണ്ട് റബ്ബേ, നന്ദി കെട്ടവരുണ്ട് റബ്ബേ. അല്ലാ, നീ കരുണക്കടലാണല്ലോ അല്ലാ. നീ എത്ര വലിയ പാപവും പൊറുക്കാൻ കഴിവുള്ളവനാണല്ലോ അല്ലാ. നീ 100 കൊല ചെയ്തവനും പുറത്തു കൊടുത്തവനാണല്ലോ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ, നീ ഞങ്ങളാട്ടല്ലേ അല്ലാ. ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. നീ ഞങ്ങളുടെ റബ്ബാണല്ലോ അല്ലാ. ഞങ്ങൾ നിന്റെ അടിമകളാണല്ലോ അല്ലാ. അടിമകൾ യജമാനനോടല്ലാതെ വേറെ ആരോട് പറയാനാ അല്ലാ. പടച്ചവനെ, ഇത് ഞങ്ങളുടെ തൗബയാ അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയാ അല്ലാ. നന്നാകാനുള്ള കൊതി കൊണ്ട് ചോദിക്കുകയാ അല്ലാ. ഒരവസരം താ അല്ലാ. ഒരവസരം താ അല്ലാ. ഒരവസരം താ അല്ലാ. ഇവിടെ നിന്നും മടങ്ങുമ്പോ ഞങ്ങളുടെ ഉമ്മ ഇന്ന് പ്രസവിച്ചതുപോലെ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ഈ പോകുന്ന വഴിയിലും മരിച്ചാ നീ സ്വർഗം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താണ് റബ്ബേ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റബ്ബേ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. വീടിന്റെ അകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അവരുടെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിലും പലരും രോഗികളാ അല്ലാ. ഒരുപാട് മരുന്ന് കഴിക്കുന്നവരുണ്ട് റബ്ബേ. മരുന്ന് കഴിച്ചാലും മാറാത്ത രോഗമുള്ളവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, രോഗം തരുന്നവൻ നീയാണല്ലോ അല്ലാ. അത് മാറ്റാനുള്ള മരുന്നും നിന്റെ കയ്യിലാണല്ലോ അല്ലാ. ഞങ്ങളെ നീ അറുത്തു മുറിക്കല്ലേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ. ട്യൂമർ നൽകല്ലേ അല്ലാ. കിഡ്നി തകർക്കല്ലേ അല്ലാ. ശരീരം തളർത്തല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഈ ദുനിയാവിലിട്ട് ഞങ്ങളെ നീ നരകിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കൂടപ്പുറപ്പുകളും നോക്കി നോക്കി മടുത്തു മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ല റബ്ബേ.
ഞങ്ങളെ കണ്ട് നീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. നിന്നെ പേടിയുള്ളവരാക്കണേ അല്ലാ. നിന്നെ പേടിയുള്ളവരാക്കണേ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ഉപ്പമാർക്ക് നീ നല്ല മരണം കൊടുക്കണേ പടച്ചവരെ. അല്ലാഹുവേ മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഉതുവെടുത്ത് അവസാനത്തെ വഖ്തും ജമാഅത്തായി നിസ്കരിച്ചു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, നല്ല ജീവിതവും നല്ല ജോലിയും നല്ല ഇണയും നീ നൽകണേ അല്ലാ. ഈ വിദ്യാർത്ഥികളെ നീ കൈവിടല്ലേ റഹ്മാനെ. അല്ലാഹുവേ നല്ല വിജയം നൽകണേ അല്ലാ. അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. പടച്ചവരെ ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ. അവരെ നീ കൈവിടല്ലേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിത മാർഗത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ പ്രത്യേകിച്ച് മുസ്തഫയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ നീ കൊടുത്ത കുഞ്ഞു ഖബറിലാണ് റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. പടച്ചവനെ ജോലിയിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അല്ലാ, എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ പടച്ചവനെ. ഒരുപാട് വേദന സഹിച്ചവരാ അല്ലാ. ഇനിയും നീ അറുത്തു മുറിക്കല്ലേ അല്ലാ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ദഅവത്ത് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ സ്വാലിം എന്ന സഹോദരൻ, അല്ലാഹുവേ സൈനാരി രണ്ടുപേരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് നല്ല ഭാവിയും നല്ല ജീവിതവും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു എല്ലാവരുടെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ നൂറുകണക്കിന് ആയിരക്കണക്കിന് യാസീൻ ഞങ്ങൾ ഓതി റഹ്മാനെ. അല്ലാഹുവേ 10 ലക്ഷം സ്വലാത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ 20 ഖത്തം ഓതി വെച്ചിട്ടുണ്ട് റഹ്മാനെ. എല്ലാം ഇന്ന് ഹദിയ ചെയ്യുകയാ അല്ലാ. എല്ലാം ഹദിയ ചെയ്യുകയാ അല്ലാ. അതോദിയ പാപങ്ങളെ നീ മറക്കല്ലേ അല്ലാ. അതോദിയ പാപങ്ങളെ നീ മറക്കല്ലേ അല്ലാ. പടച്ചവനെ അവരുടെ കുടുംബങ്ങളിൽ മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. വാട്സപ്പിലൂടെ ഓരോ മാസവും പടച്ചവനെ കഷ്ടപ്പെട്ട് അമലുകൾ ചെയ്യുന്നവരാ അല്ലാ. മരിക്കുന്ന സമയം അതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. എല്ലാരും നന്നായി ഞങ്ങളെ കൂടെ നന്നാക്ക് റബ്ബേ. ഈ ശഅബാൻ മാസം വന്നിട്ട് ഞങ്ങൾ നന്നായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാ അല്ലാ. അടുത്ത ബറാഅത്ത് രാവിലെ ആരൊക്കെ ഉണ്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ അല്ലാ. നീ ഞങ്ങളെ നന്നാക്കു പടച്ചവരെ. ഞങ്ങൾക്ക് നീ ഹിദായത്ത് താ പടച്ചവരെ. ഞങ്ങൾക്ക് നീ അഹങ്കാരം തരല്ലേ റഹ്മാനെ. പാപം ചുമന്നുകൊണ്ട് നടക്കുന്നവരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു മരണം തരല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വാപ്പയില്ലാതാക്കല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ മക്കാരുമില്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളാരും ജീവിച്ചു കൊതി തീർന്നിട്ടില്ല. ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ പടച്ചവൻ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ അല്ലാ. പടച്ചവനെ എന്തൊക്കെ ചെയ്താലും അവര് ഞങ്ങളുടെ വീടിന്റെ വിളക്ക നീ അണക്കല്ലേ റഹ്മാനെ. നീ ഞങ്ങളെ ഒറ്റയ്ക്കാക്കല്ലേ അല്ലാ. പടച്ചവനെ മക്കളെ കയ്യിലേൽപ്പിച്ചിട്ട് അല്ലാഹുവേ നേരത്തെ പോകുന്നൊരു മരണം നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ.
പടച്ചവനെ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ തരല്ലേ റഹ്മാൻ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ നീട്ടുന്ന ഈ കൈകൾ മരിക്കോടാരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹുവേ. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ തരല്ലേ റഹ്മാൻ. അല്ലാഹുവേ, 5 നേരം നിന്റെ മുന്നിൽ ഞങ്ങൾ തലകുനിക്കും. ലോകത്താരുടെ മുന്നിൽ നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ അല്ലാ. നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ പടച്ചവൻ. ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരം തരല്ലേ അല്ലാ. ഒരു കടുമണിയുടെ അളവ് പോലും ഞങ്ങൾക്ക് നീ അഹങ്കാരം തരല്ലേ അല്ലാ. അസൂയ തരല്ലേ പടച്ചവൻ. മുനാഫിക്കുകളിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ആരൊക്കെ പരിശ്രമിച്ചു എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഈ മദ്രസയ്ക്ക് വേണ്ടി ആരൊക്കെ സഹായിച്ചോ നീ അവരെ കൈവിടല്ലേ റഹ്മാനെ. മരിക്കുന്ന സമയം അതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വളരെ പ്രയാസത്തിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ഡോക്ടർമാര് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അല്ലാ, എന്ത് ചെയ്യണമെന്നറിയാതെ കരയുന്ന ഒരു കുടുംബമുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, നീ കൈവിടല്ലേ അല്ലാ. എന്തെങ്കിലും ഒരു വഴി നീ തുറക്കണേ അല്ലാ. എന്തെങ്കിലും ഒരു